പറ്റിക്കാണോ തിരിച്ചറിയുന്നത്. സുഹൃത്തുക്കളെ, അറിവുണ്ടാകുമ്പോഴല്ലേ നമ്മളെ അടിമയാക്കിയിട്ടാണോ നമുക്ക് തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് അറിവില്ലാത്തവർക്ക് അടിമത്വം അലങ്കാരമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? അറിവില്ലാത്ത ഒരാൾക്ക് അടിമത്വം ഒരു അലങ്കാരമാണ്. നിങ്ങൾ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. എന്താണെന്നറിയോ? അടിമത്വം അവന് അറിയില്ല. അതുകൊണ്ട് അവനത് എന്റെ വിധിയാണെന്ന് വിചാരിച്ച് നല്ല തല്ല് കിട്ടുമ്പോൾ കുമാരാശാൻ പറഞ്ഞ പോലെ തൊഴിക്കും തോറും തൊഴിക്കും, പിന്നെ തൊഴും തോറും പിന്നെ തൊഴിക്കും. അങ്ങനെയാണ് എന്നെ തൊഴിക്കുന്നത്. എന്റെ ജന്മ പാപം കൊണ്ട് എനിക്കിങ്ങനെ കിട്ടുകയാണ്. അവന് നാലോട് തൊഴിച്ചോളാൻ പറഞ്ഞിങ്ങനെ നിൽക്കും. അതേസമയം അറിവുണ്ടായാലോ സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. അതായത് അറിവില്ലാത്ത ഒരാളെ അടിമയായി പൂട്ടിയിടാൻ ചങ്ങല വേണ്ട, അവനോട് കടക്കൂ. കാരണം എന്റെ ഗതി ഇതാണല്ലോ. എന്നാൽ അറിവുള്ളവനെ പൂട്ടിയിട്ടാലോ അവനത് പൊട്ടിക്കാൻ നോക്കൂലേ? അപ്പൊ അവൻ എന്താവും? ആത്മാഭിമാന ബോധവും സ്വാതന്ത്ര്യ ബോധവും ഉണ്ടാവും. അവൻ ചൂടാകും, അവൻ എന്തെങ്കിലും ചെയ്യും. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിച്ചേക്കാം. അതിന് ഉദാഹരണമായിട്ട് ഒരു സിനിമയുണ്ട്. നിങ്ങൾ സിനിമ കണ്ടോന്ന് എനിക്കറിയില്ല, കുറെ മുന്നേ വന്നതാണ്. കാലാപാനി എന്നാണ് ആ സിനിമയുടെ പേര്. കാലാപാനി സ്വാതന്ത്ര്യ സമര കഥയാണ്. അതിൽ മോഹൻലാലൊക്കെ ഉണ്ട്, ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു ഡോക്ടറെയാണ് അവതരിപ്പിക്കുന്നത്. ഡോക്ടർ ഞാൻ വിദ്യാസമ്പന്നനാണ്. ഇനി എന്താ ഈ സന്ദർഭം മാത്രം പറയാം. ഒരു സായിപ്പിനെ, ബ്രിട്ടീഷുകാരനെ ഒരു സായിപ്പിനെ ഇതുപോലൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. അത് ആ സിനിമയിൽ കാണിക്കുന്നതാണ്. അപ്പൊ കൊണ്ടുവരുന്നത് ആരെയാണ്? സായിപ്പാണ്. സായിപ്പാരാണ്? ഇന്ത്യക്കാരെ വെടിവെച്ച് കൊന്നും ഇടിച്ചു കൊന്നും തല്ലിക്കൊന്നും തീർക്കുന്ന, നമ്മുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന, നമ്മളെല്ലാം തകർത്തെറിയുന്ന ദുഷ്ടന്മാരാണ് ആര്? ബ്രിട്ടീഷുകാർ. അപ്പൊ അയാളെ കൊണ്ടുവരുമ്പോൾ ആരെ കൊണ്ടുവരുന്നറിയോ? അന്ന് വണ്ടിയില്ല, അതുകൊണ്ട് പല്ലക്കിലാണ് കൊണ്ടുവരുന്നത്. പല്ലക്കിൽ കൊണ്ടുവരുമ്പോ മുന്നിൽ രണ്ടാള് പിന്നിൽ രണ്ടാള്, അങ്ങനെയല്ലേ പല്ലക്ക് എടുക്കുന്നുണ്ടല്ലോ, ഏകദേശം ഒരു ഐഡിയ ഇല്ലേ? അപ്പൊ ഏറ്റവും ആരോഗ്യമുള്ള രണ്ടുപേര് മുന്നിൽ, അതേപോലെ ആരോഗ്യമുള്ള രണ്ടുപേര് പിന്നിൽ. എന്നിട്ട് അവരിങ്ങനെ വരുന്നതെന്നറിയാമോ? നമ്മുടെ പുല്ലൂരാമ്പാറ പള്ളിയിലെ പെരുന്നാളിന്റെ പ്രദക്ഷിണം പോകുന്നുണ്ടല്ലോ. ആ പ്രദക്ഷിണത്തിന്റെ അന്ന് കുരിശ് പിടിക്കാനും കുട പിടിക്കാനും രൂപക്കൂട് പിടിക്കാനും കിട്ടുന്ന വിശ്വാസ ജീവിതത്തിന് വലിയ ഭാഗ്യമാണ്. അത് ശരിയല്ലേ? അതാണ് അവരുടെ ജീവിതത്തിന് വലിയ ഭാഗ്യമാണ്. അപ്പൊ അവരൊരു അഭിമാനത്തോടെ അല്ലേ പോകുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ പൊട്ടൻ എന്താണ്? ഈ പൊട്ടന്മാര് അറിവില്ലാത്തത് കൊണ്ട് ഈ സായിപ്പിനെ എടുത്തുകൊണ്ട് വരുന്നത് ഈ ദുഷ്ടനാണ്, അടിച്ചമർത്തുന്നവനാണെന്ന് തിരിയാതെ എന്റെ ഗമയിൽ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഇത് കണ്ടോ, ഞാനാണെന്ന് കൊണ്ടുവരുന്നത് ഹോഹോയ് എന്ന് പറഞ്ഞിട്ട് വരികയാണ്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സായിപ്പിന് ഇറങ്ങാൻ പറ്റൂല. സായിപ്പിന് തടി കൂടുതലായതുകൊണ്ട് താഴേക്ക് ചാടി ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ എന്താ പറയാ, ഈ തടിവാണത്തിൽ ഒരുത്തൻ കൈ കുത്തി മുട്ടുകുത്തി നിൽക്കുകയാണ്. മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഈ സായിപ്പ് ചെരുപ്പിട്ട് ഇവന്റെ പുറത്ത് ചവിട്ടി ഇറങ്ങാൻ പോവാണ്. ഇങ്ങനെ പുറത്ത് ചവിട്ടി ഇറങ്ങാൻ പോകുമ്പോൾ അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന മോഹൻലാലായിട്ടുള്ള കഥാപാത്രം ഡോക്ടർ, വിദ്യാഭ്യാസമുണ്ട്. അയാൾക്ക് തോന്നുകയാണ് ഇയാൾ പുറത്ത് ചവിട്ടി ഇറങ്ങാൻ, ഇയാൾ കൂട്ടിട്ട് ചവിട്ടി ഇറങ്ങാൻ പാടില്ല. അത് സമ്മതിക്കുക. അത് തടയാൻ പോയാൽ ഈ കീശ കിടക്കുന്ന റിവോൾവർ എടുത്തിട്ട് സായിപ്പ് വെടിവെച്ച് കൊന്നേക്കാൻ അതിന് അധികാരമുള്ള ആളാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യബോധം, അഭിമാന ബോധം അതിന് സമ്മതിക്കില്ല. മോഹൻലാൽ അങ്ങ് ചെന്നിട്ട് ഈ കുനിഞ്ഞു നിൽക്കുന്ന ആളെ പുറത്ത് ചവിട്ടുന്നതിന് മുമ്പ് ആ കുനിഞ്ഞു നിൽക്കുന്ന ആളെ അങ്ങോട്ട് പിടിച്ചങ്ങ് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ആ സാഹിബിനോട് പറഞ്ഞു, an Indian's back is not a football. An Indian's back is not a football. ഇന്ത്യക്കാരന്റെ പുറം നിനക്ക് ചവിട്ടി ഇറങ്ങാനുള്ള പടിയല്ലടാ. ഇങ്ങനെ പറയാനുള്ള തന്റെ എവിടുന്ന വന്നത്? വെടിവെച്ച് കൊന്നാലും വേണ്ടില്ല. ആ ചോദ്യത്തിൽ കാരണം എന്താ? വിദ്യാഭ്യാസം. പിടി കിട്ടിയോ? അപ്പൊ എല്ലാ അറിവും നേടുന്നവരാണ് അനീതികളെ ചോദ്യം ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ അതിനെ